അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ സിനിമാ നടന്മാരെ നോക്കൂ, അവരെ എത്ര വലിയ രീതിയിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്നവരാണ്. ഒരു വേഷം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ എടുത്ത് അണിഞ്ഞ് അവരെ എത്ര ഇമോഷൻസിലൂടെ കടന്നു പോകുന്നു. അത് മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഇമോഷൻസും അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇമോഷൻസിനെ റിലീസാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓരോ ക്യാരക്ടർ മാറി മാറി അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തും, മുഖത്തിൽ മാറ്റം വരുത്തും. ഇമോഷൻസ് ഒരുപാട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ തലമുടി പെട്ടെന്ന് നരയ്ക്കുക, മുഖത്ത് പ്രായമാവുക, അത് മാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ വീക്കായി മാറും. അപ്പോൾ നമുക്കുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഈ ഇമോഷൻസിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും റിലീസ് ചെയ്യണം. അവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ മിടുക്ക്. ഇത് പലരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയായിട്ട് തന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ